നമ്മുടെ ഓണം എക്സാം ഇതാ എത്തിപ്പോയില്ലേ. നമുക്ക് ടോട്ടല് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടെന്ന് അറിയോ? ടോട്ടൽ നമുക്ക് 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാനാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാ തുടങ്ങല്ലേ? ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് നമുക്ക് നോക്കിയാലോ. ഒന്നാമതായിട്ട് ഇന്ത്യ ഫേസ് ചെയ്ത 3 ചലഞ്ചസുകൾ പഠിക്കണം. അതിനുശേഷം നമുക്ക് പാർട്ടീഷൻ, വിഭജനത്തെ കുറിച്ച് പഠിക്കണം. പിന്നെ നമ്മൾ വിഭജനത്തിന് ശേഷം നമ്മൾ എന്തൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്തിരുന്നു അതൊക്കെ നമുക്ക് പഠിക്കണം. എന്തിനാണ്? നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ വരുന്നതാട്ടോ. 8 മാർക്കാണ് എസ് എ ക്വസ്റ്റ്യൻ. പിന്നെ വിശാലാന്ധ്ര മൂവ്മെന്റ്, എങ്ങനെയാണ് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. ഇത്രയും ടോപ്പിക്കുകളാണ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സെറ്റ് ആക്കേണ്ടത്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ്. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോയാലോ. സെക്കൻഡ് ചാപ്റ്റർ ആയ ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് 3 ടോപ്പിക്കുകളാണ്. ഫസ്റ്റ് നമ്മുടെ ജനറൽ ഇലക്ഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കണം. രണ്ടാമതായിട്ട് നമുക്കറിയാം ആദ്യത്തെ 3 ജനറൽ ഇലക്ഷനും കോൺഗ്രസിന് നല്ല രീതിയിലുള്ള ഡോമിനൻസ് തന്നെ ഉണ്ടായിരുന്നു. അതിനെന്തായിരുന്നു കാരണം? അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഒപ്പോസിഷൻ പാർട്ടീസാണ്. ഈ ഒപ്പോസിഷൻ പാർട്ടീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നല്ല, അത് ചില പാർട്ടീസിനെ കുറിച്ച് ചോദിക്കും. മറ്റു ചിലത് നമുക്ക് 4 മാർക്കിന് മാച്ച് ദ ഫോളോവിങ് ആണ് വരാം. ഓരോ പാർട്ടി കൊടുക്കും, അവരുടെ ഐഡിയോളജി, ലീഡേഴ്സ്. അതേ കണക്ക് നമുക്ക് 4 മാർക്കിന് മാച്ച് ദ ഫോളോവിങ് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് തേർഡ് ചാപ്റ്റർ നോക്കിയാലോ. തേർഡ് ചാപ്റ്റർ ആയ പൊളിറ്റിക്സ് ഓഫ് പ്ലാൻ ഡെവലപ്മെന്റിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് 2 ഡെവലപ്മെന്റ് മോഡൽസ് ആണ്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് 5 ഇയർ പ്ലാനും സെക്കൻഡ് 5 ഇയർ പ്ലാനും. പിന്നെയോ ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷന്റെ നെഗറ്റീവും പോസിറ്റീവും പഠിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് വൈറ്റ് റെവല്യൂഷനും കൂടി നോക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ. അപ്പൊ ഇനി നമുക്ക് ഫോർത്ത് ചാപ്റ്ററിൽ എന്തൊക്കെയുണ്ട് നോക്കിയാലോ. അടുത്തതായിട്ട് നമ്മുടെ ഫോർത്ത് ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താ? ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻ. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻ ആണ്. അതേപോലെ തന്നെ ഇവർ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് 8 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ വരുന്നതാണ്. പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്? ഈ സെയിം ചാപ്റ്ററിൽ തന്നെയാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ കുറിച്ച് പറയുന്നത്. അതുകൂടാതെ നാം, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ ഇന്ത്യയും ചൈനയും തമ്മിലെ യുദ്ധം നടന്നതിന് ശേഷം എന്തൊക്കെ എഫക്റ്റുകളാണ്, ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയായിരുന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. ദെൻ ബംഗ്ലാദേശ് വാർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ചലഞ്ചസ് ടു ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ് സിസ്റ്റം. ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്? 1967 ഇലക്ഷനും അതിന്റെ കോണ്ടസ്റ്റ് എന്തായിരുന്നു, അതിന്റെ റിസൾട്ട് എന്തായിരുന്നു നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ നോൺ കോൺഗ്രസിസം എന്താ നമുക്ക് നോക്കാം. ഇന്ദിരാഗാന്ധി വേഴ്സസ് സിൻഡിക്കേറ്റ് നമ്മൾ പഠിക്കും. ഈ ഒരു ചാപ്റ്ററിലാണ് ഇന്ദിരാഗാന്ധിയും സിൻഡിക്കേറ്റും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഫോർമൽ സ്പ്ലിറ്റ്, നമ്മുടെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിലെ ഒരു ഒഫീഷ്യൽ സ്പ്ലിറ്റിലേക്ക് നമ്മൾ എത്തുന്നത്, അതായത് കോൺഗ്രസ് ഓയും കോൺഗ്രസ് ആറും രൂപീകരിക്കുന്നതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ഇതുകൂടാതെ 1969 പ്രസിഡൻഷ്യൽ ഇലക്ഷനെ കുറിച്ചിട്ടും ഇന്ദിരാഗാന്ധിയുടെ പോപ്പുലാരിറ്റിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ചാപ്റ്റർ തന്നെയാണ് നോക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോയാലോ. ക്രൈസിസ് ഇൻ ദ ഡെമോക്രാറ്റിക് ഓർഡർ. അതാണ് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എമർജൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. എമർജൻസിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ മിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ കൂടുതൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കി പഠിക്കേണ്ട എന്നാണ് പറഞ്ഞു വരുന്നത്. ആ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് എക്സാക്ട് കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. 8 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് എമർജൻസി. എമർജൻസി എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, എമർജൻസി ഡിക്ലെയർ ചെയ്തത് എങ്ങനെയാണ്, അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു ഇന്ത്യയിൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിക്കണം. പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്? എമർജൻസിക്ക് ശേഷം ഇലക്ഷൻ നടന്നതിനെ കുറിച്ചിട്ടും അതിൽ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതും പിന്നെ ജനതാ പാർട്ടി പരാജയപ്പെട്ടു പോയി. കുറച്ച് വർഷങ്ങൾ മാത്രമേ അവരുണ്ടായിരുന്നുള്ളൂ. അതിന്റെ റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടത്, വീണ്ടും കോൺഗ്രസ് തിരിച്ചു വരുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് ഈ ഒരു 6ാമത്തെ ചാപ്റ്ററിലാണ്. റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്, അതാണ് നമ്മുടെ 7th ചാപ്റ്റർ ആൻഡ് ഫൈനൽ ചാപ്റ്റർ. ഒക്കെ നമുക്ക് 7 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിനുള്ളതെന്ന് പറഞ്ഞാലോ. അപ്പോൾ നമ്മൾ ഫൈനൽ ചാപ്റ്ററിൽ എത്തിയിട്ടുണ്ട്. ഈ ചാപ്റ്ററിന്റെ പേര് പോലെ, അതായത് നമ്പർ പോലെ തന്നെ 7 മൂവ്മെന്റ്സ് നമ്മൾ ഇതിലത് പഠിക്കണം. അത് എന്ത് മൂവ്മെന്റ് ആണ്? പോപ്പുലർ മൂവ്മെന്റ് ആണ്. അപ്പൊ ഇത് ഏതൊക്കെയായിരുന്നു നമുക്ക് നോക്കിയാലോ. ചിപ്കോ മൂവ്മെന്റ്, ആന്റി അറാഖ് മൂവ്മെന്റ്, ദളിത് ബാന്തേഴ്സ്, മസ്ദൂർ കിസാൻ ശക്തി സങ്കേതൻ, ഭാരതീയ കിസാൻ യൂണിയൻ, നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം,
നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇങ്ങനെ 7 മൂവ്മെന്റ്സ് ആണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോപ്പുലർ മൂവ്മെന്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ 7 ചാപ്റ്റേഴ്സിലും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇനി എങ്ങനെയാ പഠിക്കല്ലേ? അപ്പൊ ഇനി വരുന്ന ലൈവും കോണ്ടന്റ്സും ഒന്നും മിസ് ചെയ്യരുത്. അടിപൊളിയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 7 ചാപ്റ്ററിനും ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ലൈവിൽ വന്ന് ഫുൾ മാർക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ്, ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ മക്കൾ ഇതുവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പരീക്ഷയ്ക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ.